വ്ലോഗ്സിലെ വേറെ വീഡിയോ ആണെന്ന്. നമ്മളെല്ലാ മീനുകൾക്കും ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെ കൊക്കട്ടയിൽ എപ്പോൾ നോക്കിയാലും അവന്മാർ സൗണ്ട് ആയിക്കൊണ്ടിരിക്കും. നമ്മളെ അതുണ്ടോ നമ്മളിനി കാണിച്ചു തരാം. അവന്മാർ ബ്രീഡ് ചെയ്യുന്ന ഒരു 6 എണ്ണം ഉണ്ടാവും. 3 മെയിലുണ്ട്, പിന്നെ ഒരു 4 ഫീമെയിൽസ് ഉണ്ട്. പിന്നത്തെ ഒരു കുഞ്ഞ് അതിനകത്ത് ഇരിപ്പുണ്ട്, ബ്രീഡായതാണ്. അവന്മാർക്ക് കുറേ തീറ്റയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് മീനുകളുടെ കാര്യത്തിലോട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് ബ്രസീലിയൻ റെഡിൻ്റെ അടുത്തോട്ടാണ് വന്നിട്ടുള്ളത്. അവന്മാർക്ക് കുറച്ച് തീറ്റ കൊടുക്കണം. നമ്മൾ കുറച്ച് തീറ്റ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അവന്മാർ നല്ല ആക്റ്റീവാണ്. തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, വന്ന് കഴിച്ചോളൂ. അതുണ്ടോ പിന്നത് കുറച്ചൊക്കെ ഉണ്ട്. നമ്മളൊന്നും ഷെയിൽ ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രം മതി. ഇത് അടുത്തത് നമ്മൾ കോഴി എടുപ്പിൻ്റെ നമ്മളടുത്ത തീറ്റ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര തീറ്റ ഇട്ട് കൊടുത്താൽ അവന്മാർ കഴിക്കും. ഇവന്മാർ തീറ്റയൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മതി ഇട്ട് കൊടുക്കാം. കഴിക്കുമോ ഇല്ലയോ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് വെള്ളം ആയിട്ടുണ്ട്, നല്ലോണം കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് കിടക്കാം. നമ്മളിത് അടുത്ത സെഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ ബ്രസീലിയൻ്റെ അടുത്തോട്ടാണ്. ഇത് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തേക്കും. അവന്മാർ തീറ്റ ഉണ്ട്, അപ്പോൾ ഒന്നും കഴിക്കുന്നതാണ്. കഴിക്കുമല്ലേ അറിയില്ല, വീഡിയോ എടുക്കും. കഴിക്കും, എന്തായാലും കഴിക്കും. ഇട്ട് കൊടുക്കുക. പിന്നെ ഡ്രാഗൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവന്മാർ കഴിച്ചോളൂ. കുറേ ഇതിനകത്ത് നമ്മളെ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ അടുത്ത കോഴിക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കഴിച്ചോളും, ഉമ്മൻ്റെ അതൊക്കെ കഴിച്ചോളും. അടുത്ത നമ്മൾ ബ്രസീലിയൻ റെഡിന് കൊടുക്കാം. പിന്നെ നമ്മൾ വൈറ്റ് എക്സിയുടെ ഉണ്ട്. ഒരു കുറേ നാളായി നമ്മളെ കയ്യിൽ കിടക്കുന്ന സാധനമാണ് ഇത്. ഇത്രയൊക്കെ അയച്ചുള്ളൂ, ഇത്ര നാളയച്ചുള്ളൂ, 5-6 എണ്ണൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ആകെ ഒന്നേ ഉള്ളൂ. കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനകത്ത് ബാക്കി കുഞ്ഞുള്ളൊരു അഗ്രസീവ് ഫിഷ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ അക്കുറത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സോട്ടയിൽ എടുപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് ഫൈറ്ററും കിടപ്പുണ്ട്. ഇന്ന് അവർ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മളിനി അടുത്ത സെഷനിലോട്ട് കിടക്കാം. അവന്മാർ ജാപ്പനീസ് കോഴിയൊക്കെ ഉണ്ട്. അവന്മാരെന്നെ കണ്ടതിന് അപ്പോൾ ഓടുന്ന സാധനങ്ങളാണ് ഉണ്ടോ. ഇനി നമുക്ക് അടുത്ത അവിടെ പോവാം. കത്തോണം നമ്മുടെ ഇതിനകത്ത് നമ്മുടെ മിക്സർ കപ്പീസാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ സോട്ടയിൽസും ഉണ്ട്. നമ്മൾ ഇതിനകത്ത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. കഴിച്ച എണ്ണയാ തീരാത്ത അത്രയും ഉണ്ട്. ഇത് അവന്മാർക്ക് ഇത്രയൊക്കെ മതി. ഇതിനകത്ത് നമ്മളെ മോളി കിടപ്പുണ്ട്, അവന്മാർക്കും കൊടുക്കാം. നമ്മളെ മോളിക്ക് നോക്കി ഇങ്ങനെ കൊടുത്തേക്കാം. അതിനകത്ത് ഒരു ഫുൾ ബ്ലാക്ക് കിടപ്പുണ്ട്. അതിനകത്ത് ഒരു കറുത്ത കളറ് ഒരു ഗപ്പി കിടപ്പുണ്ട്. ബ്രസീലിയൻ റെഡാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണോ നമുക്കത് കാണാൻ പറ്റൂല. ഒരു ഗ്രേ കളർ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്, കാണാൻ പറ്റൂല. ചിലപ്പോൾ ഇനി അടുത്ത നമുക്ക് ബ്രസീലിയൻ റെഡിന് കൊടുക്കാം. നമ്മളെ ബ്രസീലിയൻ റെഡിനും കൂടെ അങ്ങനെ കൊടുത്തത് കേട്ടോ. ബ്രസീലിയൻ റെഡ് ഒരു അടിപൊളി കളേഴ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മളെ ചെറുപ്പത്തിലെ കളേഴ്സ് വരെ ഇതിനകത്തുണ്ട്. എണ്ണിയ തീരാത്ത അത്രയും വരുന്നുണ്ട് കേട്ടോ. എണ്ണിയ തീരൂല, അത്രയ്ക്കുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ടതാണ്, ഇപ്പോൾ വലുതായവന്മാർ. ഇത്ര കൊടുത്താൽ മതി. അവന്മാർക്ക് രാവിലെ ഇട്ട് കൊടുത്തതാണ്. നമ്മളിത് എൻ്റെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അവന്മാർക്ക് കൊടുക്കണം, ഇന്ന് രാവിലെ കൊടുത്തിട്ട് പോലുമില്ല. അവന്മാർ കഴിച്ചോളൂ. അതൊക്കെ ഇന്ന് രാവിലെ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും വന്ന് കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വന്ന് കഴിക്കും. ഫൈറ്റേഴ്സ് കൊണ്ട് അതവരെ ഗപ്പിയാണെ മിക്സ് ആക്കിയിട്ടേക്കാണ്. ചില്ലിയനൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ കോയിനെ കാണിച്ചിട്ട് താമര കിടക്കുന്നത്
ഇവന്മാർക്ക് കുറച്ച് കൊടുത്താലും മതി. എന്നാലും നല്ല കളറൊക്കെ കണ്ടിരിക്കും. ഇതിനകത്ത് റെഡ് ഇയർ കോഴി ഉണ്ട്. റെഡ് ഇയർ കോഴിയും ടക്സിഡോ കോഴിയും ഉണ്ട്. ടക്സിഡോ കോഴിയും അതുപോലെ റെഡ് ഇയർ കോഴിയും പ്ലാറ്റിനം കോഴിയും കിടപ്പുള്ള ഒരു ഫ്രിഡ്ജ് ബോക്സ് ആണിത്. അതിനകത്ത് ഫീമെയിൽസൊക്കെ കിടപ്പുണ്ട് ടക്സിഡോ കോഴിൻ്റെ. ഇനിയൊക്കെ ഡ്രാഗൺ കൊടുത്തൊക്കെ ഇച്ചിരി ആകുമ്പോൾ ഒരു കഴിക്കുള്ളൂ. എന്നാലും ഇത് 4 ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല തോന്നുന്നു. വലുതുങ്ങളങ്ങനെ കാണാൻ പറ്റും. ചെറുതുങ്ങളങ്ങനെ ചെറുതാക്കും. ഒരു ബ്ലാക്ക് കളർ അങ്ങനെ കാണാൻ പറ്റൂല. ഇനി പർപ്പിൾ ബെറിക്ക് ഉണ്ട്. നമ്മളിങ്ങനത്തെ പർപ്പിൾ ബെറി ഉണ്ട്. ഇതുണ്ടോ തീറ്റ നടക്കുന്നത് അക്കോറിയാണത്. ഇവർ കുറച്ച് അഗ്രസീവാണ്. എന്നാൽ വലുതൊക്കെ ഇതിനെക്കാട്ടി അഗ്രസീവായിരിക്കും. നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്ന കാണിച്ചു തന്നെ ഇത്രയൊക്കെ മതി. ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. വാ ഇതുണ്ടോ ഉമ്മമാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടം. ഇടാടെ ഉമ്മമാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇട്ട് കൊടുക്കുക. കഴിച്ചോളും ഉമ്മമാർ. അവന്മാരതൊക്കെ കഴിച്ചോളും. എന്നാൽ നമുക്ക് നമ്മളെ ഓസ്കാറിൻ്റെയും പ്ലാറ്റിനം കോഴിൻ്റെയും അടുത്ത് പോവാം. ഈ സൈഡിൽ നോക്കിയാൽ ഭയങ്കര ലുക്കായിരിക്കും. അകത്തുനിന്ന് ഫിൽറ്റർ വരും. നമ്മൾ ഓസ്കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഓസ്കാറിൻ്റെ അധികം ദിവസമൊന്നും ആയിട്ടില്ല. അമ്മമാർക്ക് കുറച്ച് ഇട്ട് കൊടുക്കാനുള്ളൂ. കുറച്ച് അമ്മമാർ നമ്മളെ ചെടീൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുക. കഴിച്ചോളാം. നമുക്ക് റെഡ് ഇയർ കോഴിക്ക് കൊടുക്കാം. റെഡ് ഇയർ കോഴി ഉണ്ട്, പ്ലാറ്റിനം കോഴിയുണ്ട്. ഇങ്ങനെ വരും ഉമ്മമാർ. റെഡ് ഇയർ കോഴിയുടെ കളറ് ഇതാണ്. മറ്റൊരു ചെറുതില്ലേ അതാണ് നമ്മളെ റെഡ് ഇയർ കോഴി. പ്ലാറ്റിനം കോഴിയുണ്ട്. അടിപൊളി കളേഴ്സാണ്. നമ്മളെ റെഡ് ഇയർ കോഴി അതേ ദിവസം അയച്ചില്ല. ഇവിടെ ഉണ്ടായിട്ടു അത് കുറച്ച് ദിവസം അയച്ചുള്ളൂ. മരത് കഴിച്ചോളും. മരം നല്ല ഇണക്കമാണ്. നമ്മളെ റെഡ് ഇയർ കോഴി ഇന്നത്ര വൈറ്റ് അടപ്പുണ്ട്. അതുകൊണ്ട് നല്ല കാണിച്ചു തരാമെങ്കിൽ റെഡ് ഇയർ കോഴി അതുണ്ട് ഒരു വെള്ള കണ്ടോ. അതാണ് നമ്മൾ റെഡ് ഇയർ കോഴി. ഇനിയൊക്കെ മൈൻഡപ്പിലോട്ട് പോവാം. നമ്മളെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ.